അമല, എന്താണ് അവസ്ഥ? ഇന്ത്യയുടെ ജയത്തിനായി, ഇന്ത്യയുടെ കുതിപ്പിനായി കാത്തിരിക്കുകയല്ലേ ആരാധകർ? ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെ വേണം, അതൊരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കും ക്രിക്കറ്റ് ലോകത്ത് എന്ന് വെറുതെയെങ്കിലും കായിക പ്രേമികൾക്കിടയിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏഷ്യ കപ്പിൽ വരികയാണ്. ഇന്ന് 8 മണിക്ക് ദുബായിൽ വെച്ച് മത്സരത്തിന് കേളികൊട്ട് ഉണരുമ്പോൾ ഏതായാലും ആദ്യ മത്സരത്തിൽ ഉണ്ടായ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല, അതിന്റെ ചൂടാറിയിട്ടില്ല. ഇരു ടീമുകളും ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ടീമിന് ഇന്ത്യ ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചതൊക്കെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇരു ടീമുകളും തമ്മിൽ കൊമ്പുകോർക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള ഒരു മത്സരം ഉണ്ടാകുമ്പോൾ അതിന്റെ ചൂടും ചൂരും അങ്ങേയറ്റം തീവ്രമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഏതായാലും രാജ്യമെമ്പാടും ഈ ഒരു മത്സരത്തിൽ ആരാണ് ജയിക്കുക? ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത്. 7 വിക്കറ്റിന്റെ ആധിപത്യത്തോടു കൂടിയാണ് ആ കളി നമ്മൾ പാകിസ്ഥാനെ ജയിച്ചത്. ഏതായാലും ഇപ്പോൾ രണ്ടാമത്തെ മത്സരം, ഏഷ്യ കപ്പിലെ രണ്ടാമത്തെ മത്സരം വരാനിരിക്കുമ്പോൾ ആ ഒരു മത്സരത്തിന്റെ ആവേശം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിലും നിരവധിയായ ആളുകളാണ് ഈ ഒരു ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആര് ജയിക്കും എന്നൊരു പ്രതീക്ഷയോട് കൂടി നിൽക്കുന്നത്. ചേട്ടാ, ഇന്ന് ഇന്ത്യ പാക് മത്സരമാണ് നടക്കാൻ പോകുന്നത്. ക്രിക്കറ്റൊക്കെ കാണുന്ന ഒരാളല്ലേ നിങ്ങള്? അതെ, കാണാനാണ്. എങ്ങനെയുണ്ട് മത്സരത്തിൽ? ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷ? ഇന്ത്യ ജയിക്കും. ശരിക്കും കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ തന്നെയാണ് ജയിച്ചത്, അതെ അല്ലെ? അപ്പൊ ഇന്ത്യ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തുടരുന്നത്. അതെ, പ്രതീക്ഷയിലാണ്. ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? ഇപ്പോൾ സഞ്ജുവിനൊക്കെ കൂടുതൽ വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കൂടുതൽ റൺസ് എടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? സഞ്ജുവിന് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഒന്നും പാടി നാക്കിൽ കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സഞ്ജു തന്നെ ഓപ്പൺ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ ഉള്ളൊരു ഇതല്ലേ? അത് പറയാൻ പറ്റില്ല. അഭിഷേകും ഗില്ലും ഉണ്ടായിട്ട് ഗില്ല് ഫോം ഔട്ടാണ്, പക്ഷേ സഞ്ജു ഇറങ്ങുകയാണെങ്കിൽ ഒന്നും പാടി ബെറ്റർ ആവും. സഞ്ജു ഇറങ്ങിയാൽ കൂടുതൽ ബെറ്റർ ആവും എന്ന് തന്നെയാണ് ഇപ്പോൾ. എന്തായാലും സഞ്ജു ഇറങ്ങിയാൽ കളി ബെറ്റർ ആവും എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.